ഹലോ ഗൈസ്, GTS എക്സ്പ്രസിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പാസഞ്ചർ സീരീസിൽ ഒരു വീഡിയോ ആണിത്. നമ്മളിപ്പോൾ കയറിയേക്കുന്നത് ഇച്ചിരി ധൃതിയായി പോയി, അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂരേക്ക് പോകുന്ന പാസഞ്ചർ. ഷൊർണൂരിൽ നിന്ന് കറക്റ്റ് 12:15 എടുത്ത് ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂരേക്ക് പോകുന്ന പാസഞ്ചറാണ്. ഈ പാസഞ്ചേഴ്സിൽ തന്നെ അത്യാവശ്യം ഷോർട്ട് ഡിസ്റ്റൻസിൽ പോകുന്ന കുറച്ച് 2-3 പാസഞ്ചറാണ്. അതിൽ ഒരു പാസഞ്ചറാണിത്. ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂരേക്ക്. കാരണം വലിയ സ്റ്റോപ്പൊന്നുമില്ല. ഇതിപ്പോൾ ഭാരതപ്പുഴ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരിയാണ്. പിന്നെ വടക്കാഞ്ചേരിക്കും തൃശ്ശൂരിൻ്റെ ഇടയിൽ കുറച്ച് ചെറിയ ചെറിയ സ്റ്റേഷൻസ് ഉണ്ട്. പിന്നെ വടക്കാഞ്ചേരിക്ക് മുമ്പാണെങ്കിൽ വള്ളത്തോൾ നഗർ, അങ്ങനെ കുറച്ച് സ്റ്റോപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പാസഞ്ചർ ട്രെയിൻ വ്ലോഗായിരിക്കും ഇത്. അപ്പോൾ ഒന്നും കൂടി GTS എക്സ്പ്രസിൻ്റെ പുതിയൊരു വ്ലോഗിലേക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ലൈനിലേക്ക് കയറി. ഈ കാണുന്നത് നമ്മുടെ പാലക്കാട് ലൈനാണ്. പാലക്കാട് ലൈനിൽ നിന്ന് ഒരു വണ്ടി അവിടെ ഔട്ടറിൽ പിടിച്ചിട്ടുണ്ട്. ഇത് തോന്നണത് ഈ ടൈമിന് വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ചെന്നൈയിൽ നിന്ന് മംഗലാപുരത്തേക്കൊരു എക്സ്പ്രസ് ഉണ്ട്, അതായിരിക്കും. അതവിടെ നമ്മൾ പോണോണ്ട് പിടിച്ചിട്ടേക്കാം. അത് പാലക്കാട് സൈഡിൽ നിന്ന് തന്നെ ലൈനാണ്. നമ്മളിപ്പോൾ നേരെ തൃശ്ശൂർ സൈഡിലേക്ക് പോകണോണ്ട് ഈ ലൈനിലേക്ക് ജോയിൻ ചെയ്തു. നല്ല രസം അതിങ്ങനെ ആ ഒരു ഫ്രെയിമിൽ ഫുൾ സ്ട്രെച്ചിൽ ട്രെയിൻ കാണാൻ. അതുകൊണ്ട് ആ ട്രെയിൻ ഇപ്പോൾ പയ്യെ മൂവായി തുടങ്ങിയിട്ടുണ്ട്. വളരെ പയ്യെ. നമ്മളിപ്പോൾ കയറിയ കോച്ച് എന്ന് പറയുന്നത് എൻജിന് തൊട്ട് പിന്നിലത്തെ കോച്ചിലാണ് കയറിയത്, തൊട്ട് പിന്നിൽ. അപ്പം അതുകൊണ്ട് ഈ കോച്ചിലെ അവസ്ഥ എന്ന് വെച്ചാൽ ആരുമില്ല. ഐ മീൻ നമ്മളും ഇവിടെയാണെങ്കിലും ഇവിടെ ഒരാളും അങ്ങോട്ട് കുറവാണ്, ആരുമില്ല, ഫ്രീ ആയിട്ടിരിക്കാം. അപ്പോൾ ഈ ഒരു ഇപ്പം ഞങ്ങൾ നോക്കിയപ്പോഴേക്കും ഈ ട്രെയിനിൻ്റെ ഷൊർണൂർ ജംഗ്ഷനിലാണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആകെ ഒരു സ്റ്റെപ്പുള്ളൂ, ഫുട് ഓവർ ബ്രിഡ്ജ്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ബോഗിയിലൊക്കെ ആൾക്കാർ ഫുള്ളായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളാണ്. അപ്പോൾ നമ്മൾ നടന്ന് ഫ്രണ്ടിലേക്ക് വന്നപ്പോഴേക്കും ഫ്രണ്ടിലത്തെ കോച്ച് വരെ ആരും നടന്ന് വരൂല, കാരണം അത്രയ്ക്ക് വെയിലാണ്, ചൂട്. അപ്പോൾ ഏതെങ്കിലും കോച്ച് കയറാൻ നോക്കൂല. നമ്മൾ ഫ്രണ്ട് വരെ നടന്നു വന്നപ്പോഴേക്കും ഈ കോച്ച് ആരും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം ചാടി കയറി. നമ്മൾ എത്തിയത് ഇച്ചിരി ലേറ്റായി പോയി. അപ്പോൾ അതുകൊണ്ടാണ് മര്യാദയ്ക്ക് ഇൻട്രോ എടുക്കാൻ പറ്റുന്നത്. കാരണം ട്രെയിൻ മൂവ് ആയപ്പോഴാണ് നമ്മൾ കയറിയത്, ജസ്റ്റ് മൂവ് ആയപ്പോഴാണ് നമ്മൾ ചാടി കയറിയത്. അപ്പോൾ ട്രെയിനിൻ്റെ ഭാരതപ്പുഴയിലേക്ക് ഭാരതപ്പുഴ പാലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ലൈൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എറണാകുളം സൈഡിൽ നിന്ന് നമ്മൾ പാലക്കാട് പോകുമല്ലോ, ആ ലൈനാണ് ഈ കാണുന്ന ലൈൻ. അതേപോലെ പാലക്കാട് സൈഡിൽ നിന്ന് ഷൊർണൂർ പോകുന്ന ലൈനിലാണ് ആ ട്രെയിൻ പിടിച്ചിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഭാരതപ്പുഴ കയറുവാണ്. അതൊന്നും ഒട്ടുമില്ല, അടുത്ത കുറച്ച് പോർഷൻ മാത്രമേ വെള്ളം. അവിടെ ഒരു ആന ഭാരതപ്പുഴയിൽ പിടിക്കും. എന്താ രസം! ഇവിടെ അടുത്ത് കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യും. അത് കുഴപ്പമില്ല. ഷൊർണൂർ മുതൽ ഇപ്പോൾ മംഗലാപുരം ആണെങ്കിലും അതേപോലെ പാലക്കാട് വരെ ആണെങ്കിലും ഈ സെക്ഷൻ എന്ന് പറയുന്നത് പാലക്കാട് ഡിവിഷൻ്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഭാരതപ്പുഴ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സെക്ഷൻ എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം സെക്ഷനാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളിപ്പോൾ ട്രിവാൻഡ്രം ഡിവിഷൻ, സെക്ഷൻ അല്ല, ഡിവിഷൻ, ട്രിവാൻഡ്രം ഡിവിഷനിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടെല്ലാം ട്രിവാൻഡ്രം ഡിവിഷൻ്റെ കീഴിൽ വരുന്നത്. പാസഞ്ചർ സീരീസിലെ ഒരു പാസഞ്ചറാണ് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ളത്. അപ്പോൾ ഇത് 12:15 ഷൊർണൂരിൽ നിർത്തുന്നത്. റൈറ്റ് ഷെയറിനുള്ള വണ്ടിയാണ്. നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചറിന് റൈറ്റ് ഷെയറിനുള്ള വണ്ടിയാണ്. അപ്പോൾ ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്നത് ഷോർട്ട് ഡിസ്റ്റൻസ് കവർ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ പോകുന്ന ആൾക്കാർ നിലമ്പൂരിൽ നിന്ന് ആൾക്കാരൊക്കെ മാക്സിമം തൃശ്ശൂർ പോകുന്ന ആൾക്കാരൊക്കെ
ഈ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യും. എന്ന് വെച്ചാൽ വേറെ വണ്ടി എടുക്കില്ല. അവിടുന്ന് തൃശ്ശൂർ ടിക്കറ്റ് എടുക്കില്ല. നമുക്ക് കുറെ പേർക്ക് അറിയില്ലെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നിലമ്പൂരിൽ തൃശ്ശൂർ സൈഡിലേക്ക് ഒരു വണ്ടി ഓടുക. ഇത് നമ്മുടെ വേനാട് എക്സ്പ്രസ് ആണ്. തിരുവനന്തപുരം ഷൊർണൂർ വേനാട് എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഭാരതപ്പുഴ ക്രോസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ അത് പോയിക്കോളും. അപ്പോൾ നമ്മുടെ ഈ ഫാമിലി സീരീസിലെ ഒരു എപ്പിസോഡാണ് ഇത്. ഷൊർണൂർ ടു എങ്ങോട്ടാണ്? ഷൊർണൂർ ടു തൃശ്ശൂർ. ഓക്കെ. അപ്പോൾ അതാണ് ഇപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇച്ചിരി ലേറ്റ് ആയി പോയി. അതുകൊണ്ട് നമുക്ക് ഇൻട്രോ കോപ്പറേറ്റ് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഷൊർണൂർ മുതൽ തൃശ്ശൂർ വരെ നമുക്ക് ഒരാൾക്ക് വരുന്ന ചാർജസ് 10 രൂപ. വെറും 10 രൂപ. ഞാൻ നോക്കിയാൽ ഞങ്ങൾ 2 ആൾക്കാരുണ്ട്. അപ്പോൾ 20 രൂപയും. ഓക്കെ. അപ്പോൾ ഒരാൾക്ക് 10 രൂപ ഉള്ളൂ. അപ്പോൾ ഭയങ്കര എഫക്റ്റീവാണ്. ഈ ടൈമിൽ കുറഞ്ഞ നേത്രാവതി വന്നിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ നേത്രാവതി നടക്കില്ലേ. ആ വണ്ടിയിലൊക്കെ വെറുതെ കയറിയിട്ട് തൃശ്ശൂർ പോകണ്ട. ഷൊർണൂരിൽ കയറുന്ന ആൾക്കാരാണെങ്കിൽ നേരെ ഈ വണ്ടി വരാം. ഈ വണ്ടിയിൽ 10 രൂപ ഉള്ളൂ. സുഖം വരുന്നുണ്ട്. സീറ്റ് ഫുള്ള് കിടക്കാം, കിടന്നു പോവാം. അതുകൊണ്ട് ഷൊർണൂരിൽ തൃശ്ശൂർ ഈ ടൈമിൽ പോകുന്ന ആൾക്കാർ ഈ വണ്ടീനെ പ്രിഫർ ചെയ്യാം. ഓക്കെ. ഷൊർണൂർ തൃശ്ശൂർ പാസഞ്ചർ ഫസ്റ്റ് സ്റ്റോപ്പ് എത്തി. വള്ളത്തോൾ നഗർ. ഇതാണ് പ്ലാറ്റ്ഫോം. കണ്ടില്ലേ? ഗ്രൗണ്ട് ലെവലാണ് പ്ലാറ്റ്ഫോം ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് കേരളത്തിൽ ഈ സ്റ്റേഷനിലേക്ക് ഇത്രയും ഹൈറ്റ് കുറവുള്ള പ്ലാറ്റ്ഫോം എന്നുള്ള റെക്കോർഡ് വള്ളത്തോൾ നഗർ. ഇതെങ്ങനെ കഴിഞ്ഞ പ്ലാറ്റ്ഫോം എന്ന് പറയാൻ പറ്റില്ല. എന്താ പേര് ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. ഒട്ടും ഹൈറ്റില്ല. ഒട്ടുമെന്ന് വെച്ചാൽ ഒട്ടും. ആൾക്കാർ കുറച്ചേര് കയറാനുണ്ട്. പാവങ്ങൾ പോയി നിന്നത് എഞ്ചിൻ്റെ അവിടെയായിരുന്നു. അവരിപ്പോൾ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. പൊടി വീശി ട്രാക്കിൽ എന്തോ പണി നടക്കണ്ടായി. പക്ഷെ അവർ മാറി. അങ്ങനെ വള്ളത്തോൾ നഗർ നിർത്താം. അങ്ങനെ ആരും ഇറങ്ങാനാരും ഉണ്ടായില്ല. പക്ഷെ കയറാൻ കുറച്ച് പേരുണ്ടായി. ഡീസലിൻ്റെ ആക്സിലേഷൻ കിട്ടാൻ നല്ല സ്ഥലം. വള്ളത്തോൾ നഗറിന് അടുത്ത സ്റ്റോപ്പ് എത്തിയിരിക്കുന്നതാണ് മുള്ളൂർക്കര. ഇവിടുത്തെ പ്ലാറ്റ്ഫോം കൊള്ളാം. ചെറിയ സ്റ്റേഷനാണെങ്കിലും കറക്റ്റ് ലെവലിൽ തന്നെ പണിത് വെക്കണം. കുറച്ച് ആൾക്കാർ കയറാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ നിലമ്പൂരിൽ നിന്ന് ഡയറക്റ്റ് തൃശ്ശൂർ പോകാൻ വേണ്ടിയാണ് ഈ ട്രെയിനിൽ. ഓൾറെഡി അവിടെ നിന്ന് കയറിയ ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. എന്ന് വെച്ചാൽ അവിടെ നിന്ന് അവർ ടിക്കറ്റ് എടുത്തിട്ടാണോന്ന് അറിയില്ല. ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൂടുതലും. സത്യം പറഞ്ഞാൽ ഇത് 2 ട്രെയിനായിട്ട് ഓടിക്കണ പകരം ഇതിനെ നിലമ്പൂർ തൃശ്ശൂർ പാസഞ്ചർ ആക്കണതാണ് നല്ലത്. മുള്ളൂർക്കരയെ നിർത്ത്. അത് നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രെയിൻ ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് കയറുന്ന ആൾക്കാരാണ് കൂടുതലും തൃശ്ശൂരേക്ക് വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ട്രെയിൻ ഇങ്ങനെ റൈഡ് ഷെയർ ചെയ്യണ പകരം ഈ വണ്ടി വേണമെങ്കിൽ നിലമ്പൂർ തൃശ്ശൂർ പാസഞ്ചർ ആക്കണേക്കും ബെറ്റർ. കാരണം കുറേ പേര് ഇതിങ്ങനെ റൈഡ് ഷെയറിങ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ നിലമ്പൂരിൽ നിന്ന് കയറുന്ന ആൾക്കാർ ഷൊർണൂരിൽ ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ ഇതിൽ ടിക്കറ്റ് എടുക്കാണ്ട് യാത്ര ചെയ്യണവരുണ്ടാവും തൃശ്ശൂരേക്ക്. കാരണം ഇത് ലേറ്റായിട്ട് ഷൊർണൂർ എത്തും. പിന്നെ പെട്ടെന്ന് തൃശ്ശൂരേക്കുള്ള പാസഞ്ചറായിട്ട് പോകും. അപ്പോഴേക്കും ആൾക്കാർക്ക് വേഗം പോയി ടിക്കറ്റ് എടുത്തിട്ട് കയറാൻ പറ്റാത്തവർ ചിലപ്പോൾ ടിക്കറ്റ് എടുക്കാണ്ട് കയറും. അതിനേക്കാളും ഭേദം നിലമ്പൂരിൽ നിന്ന് ഡയറക്റ്റ് ഇത് തൃശ്ശൂരേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഓടിക്കണേക്കും ബെറ്റർ. കാരണം ഏതായാലും ഓടിക്കണുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ 2 ട്രെയിനായിട്ട് ഓടിക്കുന്ന കാര്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. വടക്കാഞ്ചേരി സ്റ്റോപ്പിലേക്ക് എടുക്കുകയാണ്. നമ്മളിപ്പോൾ തൃശ്ശൂർ ജില്ലയായി. നേരത്തെ ആയി. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയായി. ഷൊർണൂർ എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയായിരുന്നു. ഇപ്പോൾ വടക്കാഞ്ചേരിയിലേക്ക് കയറി. തൃശ്ശൂർ ജില്ലയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 കയറിയിരിക്കുന്നത്. ഇപ്പോൾ എറണാകുളം സൈഡിലേക്ക് പോകുന്ന വണ്ടികളെല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറാം. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഇപ്പുറത്തേക്ക് പോകണം. ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളൊക്കെ ആയിരിക്കും
ഷൊർണൂർ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളാണ്. പ്ലാറ്റ്ഫോം നമ്പർ 2 കയറാം. ഇപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 കയറിയോ. ആ 1 സൈഡ് കാണിക്കും. ഇനിയിപ്പോൾ നമുക്ക് മുളങ്കുന്നത്തുകാവ് ആണ് അടുത്ത സ്റ്റോപ്പ് വന്നത്. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ പൂങ്കുന്നം. ഈ തൃശ്ശൂർ പൂങ്കുന്നം തൃശ്ശൂർ തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പാണ്. അവിടെ വലിയ ആരും ഇറങ്ങാനുണ്ടോ, കയറാനാരും ഉണ്ടാവും എന്തായാലും. ഇവിടെ ഒന്നും ആരും കയറാനില്ല, ആരെയും കാണുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വലിയ എന്ന് വെച്ചാൽ ഈ ഷൊർണൂർ ടു തൃശ്ശൂർ ആ ഒരു സെക്ഷൻ്റെ ഇടയിൽ യാത്ര ചെയ്യാൻ ആൾക്കാർ ഈ വണ്ടിയിൽ അവിടെ നിന്ന് കാരണം കുറവായിരിക്കും. കൂടുതൽ ഈ പറഞ്ഞ പോലെ ഇത് നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചറായിട്ട് റൈഡ് ഷെയറിംഗ് ഉള്ളതുകൊണ്ട് നിലമ്പൂരിൽ നിന്ന് അല്ലെങ്കിൽ നിലമ്പൂർ കഴിഞ്ഞുള്ള ഇടയിലത്തെ സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും തൃശ്ശൂരേക്ക് പോകണമെങ്കിൽ ആ യാത്രക്കാരാണ് കൂടുതൽ ഈ വണ്ടി പ്രിഫർ ചെയ്യുക, ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ ആരും ഇടയിൽ കയറി തൃശ്ശൂർ പോകുന്നത് കുറവാണ്. അതുപോലെ തന്നെ ഷൊർണൂരിൽ നിന്നും കയറി പോകുന്നത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആരും കയറാനും ഇല്ല. ഇറങ്ങാൻ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷേ കയറാൻ ആൾക്കാർ ഭയങ്കര കുറവാണ്. കാരണം ഇനി ഒരു സ്റ്റോപ്പ് കഴിഞ്ഞാൽ തൃശ്ശൂർ എത്തി. അപ്പോൾ അതുകൊണ്ട് ആരും ഇതിൽ കയറാൻ ചാൻസ് കുറവാണ്. വണ്ടി ഇവിടെ നിന്ന് ഇപ്പോൾ എടുത്ത് ഏത് വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 2 വരാണ്ട് സമയം 2:45 ഇതാണെന്നറിയില്ല. അവിടെ ഒരു തിരക്ക്. ഇതിൽ വണ്ടി വടക്കാഞ്ചേരി നിർത്തിയിട്ടുണ്ട്. ട്രെയിനിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് എത്തി. കയറാനും ഇറങ്ങാനും നല്ല സ്റ്റേഷൻ്റെ ആരുമില്ല. പറഞ്ഞത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ, ഇറങ്ങാനുണ്ടോ കയറാനില്ല. ഏതായാലും ഇറങ്ങാനുണ്ടോ എന്ന് നോക്കാം. 2-3 പേര് ഇറങ്ങി. ഇവിടെ നിന്നും 2 പേര് ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയാണ് ഇവിടുത്തെ അപ്ഡേറ്റ്. പൊതുവേ ഈ വണ്ടിക്ക് ഇപ്പോൾ തിരക്കില്ല. തൃശ്ശൂർ ഷൊർണൂർ റേഞ്ചിൽ ഈ ട്രെയിന് ഒട്ടും തിരക്കില്ല, സുഖമായിട്ട് യാത്ര ചെയ്യാം. ശ്രദ്ധിച്ചെന്ന് പറയില്ല, ഈ കറക്റ്റ് ഈ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഈ റെയിൽവേ സ്റ്റേഷനിൽ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിൽ കൂടെ ലെവൽ ക്രോസ് ഉണ്ട്. ശ്രദ്ധിച്ചെന്ന് പറയില്ല. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വേറൊരു റെയിൽവേ സ്റ്റേഷനിലും പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിൽ കൂടെ ലെവൽ ക്രോസ് പോകുന്നുണ്ട്. അത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. സമയം 1:05. ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണത് 1:30 ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ഉണ്ട്. അതിൽ കയറാനായിരിക്കും ഇത്രയും പേര് വെയിറ്റ് ചെയ്തിരിക്കണത്. ഈ വണ്ടി ഇപ്പോൾ തൃശ്ശൂർ വരെയുള്ളൂ. ആ വണ്ടി 1:30 ഗുരുവായൂർ നിർത്താൽ എറണാകുളം വരെ ഉണ്ട്. അപ്പോൾ അതിനാണ് ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണത്. ഇത്രയും പേര്. അത്യാവശ്യം കുറച്ച് ആൾക്കാർ ഇറങ്ങി ട്രെയിനിൽ. ഇനി ബാക്കി എല്ലാവരും തൃശ്ശൂർ ഇറങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിലൂടെ ലെവൽ ക്രോസ് കാണിച്ചു തരാം, നോക്കിയോ. ഇതാണ് ആ പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിലൂടെയുള്ള ലെവൽ ക്രോസ്. കണ്ട, ഈ ലെവൽ ക്രോസ് കഴിഞ്ഞിട്ടും ഇവിടെ പ്ലാറ്റ്ഫോം ഉണ്ട്. കണ്ട, ഇതേപോലെ എറണാകുളം സൈഡിലേക്ക് പോകുമ്പോൾ ഒരു സ്റ്റേഷനിലും ഇതേപോലെ ഉണ്ട്. അത് ഏത് റെയിൽവേ സ്റ്റേഷനാണെന്ന് കമൻറ്റ് ചെയ്യണേ. പ്ലാറ്റ്ഫോം നമ്പർ 1 ലൈനിൽ നിന്ന് മാറി 2 ലൈനിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 2 വണ്ടി കിടപ്പുണ്ട്.
ഷൊർണൂരിലേക്ക് വരാൻ നിൽക്കുന്ന ട്രെയിൻ നമ്മളെ പുറകിൽ ഷൊർണൂരിലേക്ക് നേരത്തെ അത് കയറി വരികയായിരിക്കും. പിന്നെ നമ്മളെ പുതിയൊരു പാസഞ്ചർ അപ്പോൾ നമ്മൾ പോയി ചേർന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ മല്ലൂർ സെൻട്രൽ കന്യാകുമാരി പരിസരം 1:18 വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് കയറുന്നത്. ട്രെയിൻ നമ്പർ 220504 ദിബ്രുഗർ നിന്നും കന്യാകുമാരികളിൽ പോകുന്ന ദിബ്രുഗർ കന്യാകുമാരി വിവേക് സൂപ്പർ ഫാസ്റ്റ് തൃശ്ശൂരെത്തി. ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഗൈസ്. നിർത്തിക്കഴിഞ്ഞാൽ റണ്ണിങ്ങിൽ തന്നെ ഒരാൾ അവിടെ ഇറങ്ങി. കാരണം സ്റ്റെപ്പ് അവിടെ, ഇനിയിപ്പോൾ നമ്മൾ അവിടെ വരെ നടക്കണം. പ്ലാറ്റ്ഫോം നമ്പർ 2 ശ്രദ്ധിച്ചാൽ കാണാൻ പരശുരാമൻ ലീവ് ചെയ്ത് തുടങ്ങി. അങ്ങനെ തൃശ്ശൂർ എത്തിയിരിക്കുന്നു. 4ലേക്കാണ് ഇറങ്ങിയത്. ഇത്രയും പേര് ഇറങ്ങി. വണ്ടിയിലൊന്നും ആരുമില്ല. ഉണ്ട് ഇത് ഞാൻ പറഞ്ഞത് നിലമ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. നിലമ്പൂർ ഷൊർണൂർ സ്ട്രെച്ചിൻ്റെ ഇടയിൽ നിന്ന് കയറിയ ആൾക്കാരുണ്ട്. പിന്നെ തൃശ്ശൂരിൽ നിന്ന് കയറിയ ഷൊർണൂരിൽ നിന്ന് കയറി കുറച്ച് പേരുണ്ടാവും ചാൻസ് ഉള്ളൂ. ഇനിയിപ്പോൾ സ്റ്റെപ്സ് ഇതേ കാണുന്ന അറ്റത്താണ്, അങ്ങോട്ട് നടക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത പാസഞ്ചർ ട്രെയിനും ഷൊർണൂർ തൃശ്ശൂർ ഷോർട്ട് ഡിസ്റ്റൻസ് പാസഞ്ചർ ട്രെയിനും നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എൻജിൻ വെടിയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാസഞ്ചർ എക്സ്പ്രസ്സിലെ ഷൊർണൂർ തൃശ്ശൂർ പാസഞ്ചർ അതെ ഈ കിടക്കാൻ വേണ്ടി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ 4ാമത്തെ തൃശ്ശൂർ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നിർത്തിയേക്കുന്നത്. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ഡിസ്റ്റൻസിൽ കവർ ചെയ്യുന്ന വണ്ടിയാണ്. അതുകൊണ്ട് കൂടുതലും മറ്റേ നിലമ്പൂർ ഷൊർണൂരായിട്ട് റൈറ്റ് ഷെയറിനുള്ള വണ്ടി ആയതുകൊണ്ട് അവിടെ നിന്നേ തൃശ്ശൂർ വരുന്ന ആൾക്കാരെ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇത് 2 ട്രെയിൻ ആക്കണ പകരം നിലമ്പൂരിൽ തൃശ്ശൂർ പാസഞ്ചർ ആക്കണേക്കും പറ്റത്. കാരണം കുറേ പേര് ഷൊർണൂർ എത്തിയിട്ട് ഇത് നിലമ്പൂരിൽ നിന്ന് കയറുന്ന ആൾക്കാരാണെങ്കിലും അവർ തൃശ്ശൂർ പോകുന്ന ആൾക്കാർ ചിലർ ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കാണ്ട് നേരെ ഷൊർണൂരിൽ ലേറ്റ് ആവും. ടിക്കറ്റ് എടുക്കാണ്ട് യാത്ര ചെയ്യാൻ തോന്നുന്നു. പിന്നെ ചെറിയ ഡിസ്റ്റൻസ് ആണ്, അത് ചെയ്യാൻ വേണ്ടി ടിക്കറ്റ് എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. ആൾക്കാർ കൂടുതലും നിലമ്പൂരിൽ നിന്ന് കയറുന്നതുകൊണ്ട് അത് കംപ്ലൈൻറ്റ് ചെയ്യാനേക്കും പറ്റും. വീഡിയോ ഇഷ്ടപ്പെടുന്ന കേൾക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക് നേത്രാവതി എക്സ്പ്രസ്. എന്തായാലും മുംബൈയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകണം. ആലപ്പുഴ വഴിയുള്ള നേത്രാവതി എക്സ്പ്രസ് വന്നു കയറിയിട്ടുണ്ട്.